ഇന്നത്തെ റെസിപ്പി വൈകുന്നേരത്തെ ചായക്കടിയായിട്ടും അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. മൈദയും അതുപോലെ തന്നെ മുട്ടയും വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട, കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ പൊറാട്ടൻ്റെ മാവ് കുഴക്കുന്നില്ലേ, അതുപോലെ തന്നെ കുഴച്ചെടുക്കുക. കുറച്ച് ലൂസാക്കി തന്നെ കുഴച്ചെടുക്കാം. മാവ് ഇവിടെ ഞാൻ നല്ലോണം തന്നെ ലൂസാക്കി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുറച്ച് ഓയിൽ കൈയിൻ്റെ അടിയിലാക്കിയിട്ട് ഉരുളകളാക്കി എടുക്കണം. ചപ്പാത്തിനേക്കാട്ടും ചെറിയൊരു ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ പിടിച്ചെടുത്തത്. നമ്മളിപ്പം പൂരിയില്ലേ, പൂരിൻ്റെ ബോൾസിനേക്കാട്ടും കുറച്ച് വലുപ്പത്തിൽ കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്ന് ഇതേപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഓരോന്നിലും ഇതേപോലെ ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ആക്കി കൊടുത്താൽ മതി. ഇതാ മുഴുവനായിട്ട് നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഞാനങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് തേങ്ങ ആണ് വേണ്ടത്. ഞാൻ ഇതേപോലെ പൂണ്ടിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരവിയിട്ട് എടുക്കുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇതേപോലത്തെ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ എരിവുള്ള മുളകാണ്. നിങ്ങൾക്ക് കാശ്മീരി മുളക് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം മതി കേട്ടോ മല്ലിച്ചപ്പ്. ഇനി ഇതാ പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക. നല്ലോണം തന്നെ പൊടിച്ചെടുക്കട്ടോ. ഇതുപോലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതേപോലെയാണ് നമുക്കത് വേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടാണ്. ഞാൻ പുഴുങ്ങിയ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മുഴുവനായിട്ടും ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കുക. കൈ വെച്ചിട്ടൊന്ന് ഞെരടി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും. നല്ലോണം ഞെരടേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കാനുള്ള പാകത്തിലായിരിക്കണം കേട്ടോ മുട്ട. നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച ബോൾസ് ഇല്ലേ, അത് ഇതേപോലെ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ പരത്തി കൊടുക്കുക. ഒട്ടും തന്നെ കട്ടി ഉണ്ടാവാൻ പാടില്ല. പിന്നെ പരത്താൻ അറിയാത്തോല് ഇതേപോലെ ചെറുങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. പിന്നെ പൊട്ടാണ്ട് ശ്രദ്ധിക്കട്ടോ. പിന്നെ വീശാനൊക്കെ അറിയുന്നോല് ഒന്ന് വീശി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഫില്ലിങ് ഞാൻ ഇടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് സൈഡിൽ നിന്ന് 2 ഭാഗത്തുനിന്നും ഇതേപോലെ എടുത്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ റോളാക്കി എടുക്കട്ടോ. നല്ല ഈസിയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ മുഴുവനായിട്ടും ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഓരോന്നും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഈസി അല്ല ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഒരു പണിയില്ല കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ ചോദിക്കൂ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 1/2 മണിക്കൂർ കൂടി വേണ്ട കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് കിട്ടിയത്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലില്ലേ, സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മാത്രമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് അത് നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു റോള് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ മീനൊക്കെ ഫ്രൈ ആക്കുന്നില്ലേ, അതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
ഒരു സൈഡ് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമ്മൾ അതിൻ്റെ ഏരിയയിൽ തന്നെ നിൽക്കണം. നമ്മളിപ്പോൾ പൊറാട്ടൊക്കെ ചൂടുന്നില്ലേ, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. സൈഡ് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതാ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി എല്ലാതും ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടു ഭാഗവും ആയതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗവും ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും ഒരേപോലെ വേവിച്ചെടുക്കാം. റോൾ ഇവിടെ എല്ലാ ഭാഗവും ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവനായിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.